ഡിവൈഎഫ്ഐ സംസ്ഥാന ട്രഷറർ SR അരുൺ ബാബു കൊല്ലം ജില്ലാ പഞ്ചായത്തിലെ നെടുവത്തൂർ ഡിവിഷനിൽ സ്ഥാനാർത്ഥിയാകുമ്പോൾ അരുൺ ബാബുവിന് തൊഴിലുറപ്പ് തൊഴിലാളികളും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എബ്രഹാം അടക്കമുള്ളവർ സ്വീകരണം നൽകുകയാണ്. അതിൻ്റെ തത്സമയ വിവരങ്ങളുമായി ഇപ്പോൾ രാജ്കുമാർ കൊല്ലത്ത് നിന്ന് ചേരുകയാണ്. രാജ്കുമാർ, ഒരുപക്ഷേ കൊല്ലത്ത് നിരവധി യുവജന നേതാക്കളെയാണ് CPM ഇടതുമുന്നണി മത്സരരംഗത്തേക്ക് ഇറക്കിയിട്ടുള്ളത്. ഇപ്പോൾ അരുൺ ബാബുവിന് വലിയ തരത്തിലുള്ള സ്വീകരണമാണ് നെടുവത്തൂരിൽ നിന്ന് ലഭിക്കുന്നത്. എന്താണ് വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ളത്? സിജു, ഇതിലൊരു രാഷ്ട്രീയം കൂടിയുണ്ട്. അതായത് KSU പ്രവർത്തകർ സീറ്റ് കിട്ടുന്നില്ല, തങ്ങളെ അവഗണിക്കുന്നു എന്ന് പറഞ്ഞ് കൊല്ലം DCC ഓഫീസ് ഉപരോധിക്കുന്നു ഒരു ഭാഗത്ത്. രണ്ട്, യൂത്ത് കോൺഗ്രസ് അവരെ അവഗണിക്കുന്നു, ഞങ്ങളെ യുവത്വങ്ങളെ കോൺഗ്രസ് പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ കൂട്ടരാജി പല ഭാഗങ്ങളിലും സംസ്ഥാനത്തൊട്ടാകെ നടക്കുന്നു. തൊഴിലാളികൾ INTUC-ക്കാർ അവരെ പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവരുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പരിഭവങ്ങളുമായി രംഗത്ത് വരുന്ന ആ ഒരു സമയത്താണ് ബാലസംഘം അതുപോലെ SFI ജില്ലാ സെക്രട്ടറി ഇപ്പോൾ DYFIയുടെ സംസ്ഥാന ട്രഷറർ പദം കൂടി വഹിക്കുന്ന പ്രിയപ്പെട്ട SR അരുൺ ബാബു കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ നെടുവത്തൂർ ഡിവിഷനിൽ നിന്ന് ഒരു അംഗത്തിന് ഇപ്പോൾ പുറപ്പെടുന്നതും ഇതിലെ ജില്ലാ LDF അദ്ദേഹത്തിന് ഒരു സീറ്റ് നൽകിക്കൊണ്ട് യുവത്വത്തിന്, അതായത് പാർട്ടി എക്കാലവും അതിനി വരാൻ പോകുന്ന തലമുറയ്ക്ക് കൂടി അവരെ ഏൽപ്പിക്കുകയാണ്. ഓരോ കാര്യങ്ങൾക്ക് അതിന് ചുമതലകൾ നൽകിക്കൊണ്ട് പാർലമെന്ററി രംഗത്താണെങ്കിലും സംഘടനാ രംഗത്താണെങ്കിലും മുഴുവനും യുവത്വങ്ങളെ പരിഗണിക്കുന്നതിൻ്റെ കൂടി ഒരു നേർക്കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പോൾ CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PA എബ്രഹാം, അദ്ദേഹം അതുപോലെ തന്നെ രാമാനുജം, ഇവരൊക്കെ ഇപ്പോൾ അരുൺ ബാബുവിനെ സ്വീകരിക്കുന്നതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. സിജു, മറ്റൊരു കാഴ്ച കൂടിയുണ്ട്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം എഴുകോണിൻ്റെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന രതീഷ് കിളിത്തട്ടിൽ കൂടി അദ്ദേഹം പാർട്ടി കോൺഗ്രസിൻ്റെ അവരുടെ ഒരു വഞ്ചനാപരമായ നിലപാടുകൾ ഉൾപ്പെടെ അത് ഉപേക്ഷിച്ചുകൊണ്ട് CPM-ലേക്ക് വന്നിരുന്നു. എഴുകോണിൽ നടന്ന ചടങ്ങിൽ മന്ത്രി, അതായത് നമ്മുടെ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള KN ബാലഗോപാൽ പതാക നൽകി സ്വീകരിച്ചു. ആക്ടിംഗ് സെക്രട്ടറി, ജില്ലയുടെ ആക്ടിംഗ് സെക്രട്ടറി ആയിട്ടുള്ള S ജയമോഹൻ അദ്ദേഹത്തിന് ഈ ഹാരമണിയിച്ചുകൊണ്ട് ഈ പാർട്ടിയിലേക്ക് സ്വീകരിച്ചിരുന്നു. അങ്ങനെ എഴുകോൺ ഇപ്പോൾ പൂർണ്ണമായി നെടുവത്തൂർ അതിൻ്റെ പൂർണ്ണ തോതിലേക്ക് ഇടതുപക്ഷ കോട്ട, മുമ്പും കോട്ടയായിരുന്നു, ആ കോട്ടയിലേക്ക് ഒരു മടങ്ങിവരവ്, അതിൻ്റെ ശക്തി ഇപ്പോൾ വീണ്ടും തെളിയിക്കുന്നതിൻ്റെ ഒരു കാഴ്ച കൂടിയാണ് എൻ്റെ ഈ ചുറ്റിനുമുള്ളത്. ഇവിടെ അമ്മമാർ വരെ ഇപ്പോൾ വിപ്ലവഗാനങ്ങൾ വരെ പാടാൻ തയ്യാറായി നിൽക്കുകയാണ്. വരിക സഹചരെ വലിയ സഹന സമരമായി കരളുറച്ചു കൈകൾ കോർത്തു കാൽനടയ്ക്കു പോകണം. വരിക സഹചരെ വിജയമെങ്കിൽ വിജയവും മരണമെങ്കിൽ മരണവും ഭയവഹീനം അഖില ജനവും ആഗ്രഹിച്ചിറങ്ങണം. വിജയമെങ്കിൽ വിജയവും മരണമെങ്കിൽ മരണവും ഭയവഹീനം അഖില ജനം. അമ്മേ, അരുൺ ബാബു സ്ഥാനാർത്ഥിയാവണം, നിങ്ങൾക്കൊക്കെ എന്താ പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നന്നായി ജയിച്ചു വരട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു. ഒരു കാര്യമുണ്ട്, ഞങ്ങളെല്ലാം മരിച്ചെന്നവരാ. ഞങ്ങൾ ജയിച്ചു വന്ന ഞങ്ങളെ വന്നെന്ന് കാണാൻ ഒന്നും വേണ്ട മോനെ. ഞങ്ങളെ പാവപ്പെട്ടവരാ ഈ നിൽക്കുന്ന നല്ല രീതിയിൽ എല്ലാവരോടും സഹകരിച്ച് നമുക്ക് നമ്മുടെ ഈ വിജയം നല്ല രീതിയിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അരുണെ, ഇപ്പോൾ നമുക്കൊരു വീണ്ടും പാർലമെന്റ് രംഗത്ത്, സംഘടനാ രംഗത്ത് സജീവമാണ്. പാർലമെന്റ് രംഗത്ത് കൂടി ഒരു അവസരം പാർട്ടി തന്നിരിക്കുകയാണ്. ആദ്യമായിട്ട് എന്താ പറയാനുള്ളത് ജനങ്ങളോട്, വോട്ടർമാരോട്? എൻ്റെ നാട്ടിൽ ഇങ്ങനൊരു ജനവിധി നേടുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് രാജ്യത്ത് ഏറ്റവും വലിയ പ്രാധാന്യമുള്ള നാടാണ് കേരളം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഇത്രമാത്രം ശക്തിപ്പെടുത്തിയ ഒരു നാട് നമ്മുടെ രാജ്യത്തില്ല. ത്രിതല പഞ്ചായത്ത് സംവിധാനം ശക്തിപ്പെട്ടതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ വികസനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തുന്ന വികസനത്തിൻ്റെ മുദ്രാവാക്യമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. മറിച്ച് UDF അവരുടെ സമ്പത്തും വർഗീയതയും അതുപോലെ തന്നെ പണാധിപത്യവുമെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കപ്പെടുമ്പോൾ UDF-ഉം BJP-യും എല്ലാം വലിയ തോതിൽ അവരുടെ സംഘടനയ്ക്കകത്ത് തന്നെയുള്ള സംഘർഷങ്ങളാൽ പ്രശ്നങ്ങളാൽ നിൽക്കുകയാണ്. ഇപ്പോൾ തന്നെ BJP-യുടെ നേതാക്കന്മാർ സീറ്റ് കിട്ടാതെ ആത്മഹത്യക്ക് ശ്രമിക്കുന്ന
പണം കൊടുത്തതിൻ്റെ പേരിൽ, സീറ്റ് വിട്ടതിൻ്റെ പേരിൽ DCC ഓഫീസിൻ്റെ മുമ്പിൽ കോൺഗ്രസിൻ്റെ നേതാവിനെതിരായി പോസ്റ്റർ ഒട്ടിക്കുന്ന അധപ്പതനത്തിലേക്ക് കോൺഗ്രസും BJPയും എല്ലാം തരം താഴുമ്പോൾ യഥാർത്ഥ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വികസനത്തിൻ്റെ രാഷ്ട്രീയം, ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങളെ സേവിക്കുന്ന രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് LDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കൈരളിയുടെ ആശംസകൾ. ഓക്കെ, സന്തോഷം. എന്തുകൊണ്ട് പറയാൻ ഒറ്റ വാക്ക് പെട്ടെന്ന് ചുരുക്കി പറയാൻ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി യുവത്വത്തിൻ്റെ പ്രതീകമായിട്ടുള്ള സഖാവ് അരുൺകുമാർ നെടുവത്തൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ മത്സരിക്കുകയാണ്. ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ഒന്നാകെ സഖാവ് അരുൺകുമാറിനെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കാൻ കാത്തു നിൽക്കുകയാണ്. സിജു കേട്ടല്ലോ. ശരി, രാജ്കുമാറാണ് കൊല്ലത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.